CUET UG 2026 എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ മുഴുവനായും കാണുന്ന വഴി മിസ്റ്റേക്കുകൾ കൂടാതെ CUET അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും റിജക്ഷനുള്ള പോസിബിലിറ്റി ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളതാണ്. വീട്ടിൽ നിങ്ങൾ ലാപ്ടോപ്പുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഈ വീഡിയോ കണ്ടുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ അപേക്ഷിക്കുന്നത് അക്ഷയ സെന്ററിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഫൈനൽ സബ്മിഷന് മുമ്പായിട്ട് അവർ എൻ്റർ ചെയ്യുന്ന മുഴുവൻ വിവരങ്ങളും കൃത്യമാണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലിക്കേഷനിലോട്ട് പോവാന്നുള്ളതാണ്. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. CUET.NTA.NIC.in എന്നുള്ളതാണ് CUETന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഇവിടെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് രജിസ്ട്രേഷൻ ഫോർ CUET UG 2026 ഈസ് ലൈവ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും പോവുക. അവിടെ ഈ ഒരു റെഡ് ടെക്സ്റ്റിലുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രോഷർ വായിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇനി അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അതും കൂടെ കാണാന്നുള്ളതാണ്. അതുപോലെ ഇതൊരു ആക്ച്വലി ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് CUET എക്സാമിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിശോധിക്കാം എന്നുള്ളതാണ്. ഇവിടെ 3 കാര്യങ്ങളായിരിക്കും ഇവിടെ കാണുന്നുണ്ടാവുക. സ്റ്റെപ്പ് 2 അപ്ലൈ ഓൺലൈൻ, രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദി എബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ, പിന്നെ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 3 സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അതായത് ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. നിങ്ങളുടെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ ആ ഇമെയിൽ ID മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, പിന്നെ അതുപോലെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്, ഏത് പേപ്പറാണ് എക്സാമിന് എഴുതുന്നത്, സെൻറ്റർ എവിടെയാണ് വേണ്ടത്, അത്തരം ഡീറ്റെയിൽസ് ആണ് രണ്ടാമത്തെ ഒരു ഭാഗത്ത് വരുന്നത്, അതായത് അപ്ലിക്കേഷൻ ഫോമിൽ വരുന്നത്. പിന്നെ വരുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. നിങ്ങൾ ബേസിക് രജിസ്ട്രേഷനും ഫോം ഫില്ലിങ്ങും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് 3 സ്റ്റെപ്പ് പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് CUET അപ്ലൈ ചെയ്തിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ളതാണ്. നിങ്ങളത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ കണ്ടാൽ മതി. ഇനി അപ്ലിക്കേഷൻ്റെ ഫീസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്, 3 പേപ്പർ വരെ. ഓരോ അഡീഷണൽ പേപ്പേഴ്സിന് 400 രൂപയും. ഇനി OBC NCL 8 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള നോൺ ക്രിമിലെയർ OBC-കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ EWS ആണെന്നുണ്ടെങ്കിലും 3 പേപ്പർ വരെ 900 രൂപയും. ഓരോ അഡീഷണൽ പേപ്പറിനും 375 രൂപയാണ്. SC ST PWD PWBD തേർഡ് ജെൻഡർ കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ 800 രൂപയും 3 പേപ്പർ വരെ. ഓരോ അഡീഷണൽ പേപ്പേഴ്സിന് 350 രൂപയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററുകളിൽ നിന്ന് എക്സാം അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 3 പേപ്പർ വരെ 4500 രൂപയും. ഓരോ അഡീഷണൽ പേപ്പറിനും 1800 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 സ്റ്റെപ്പാണ് CUETന്റെ 3 സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് CUETന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ആദ്യം ബേസിക് രജിസ്ട്രേഷൻ, അവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ IDയും അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഒരു അപ്ലിക്കേഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റെപ്പ് 2 പോവുക. അവിടെയാണ് നമ്മൾ ബാക്കിയുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നോക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പിലാണ്, സ്റ്റെപ്പ് 2 തന്നെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങൾ അപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. 80% നമ്മുടെ മുഖം വിസിബിൾ ആയിരിക്കണം, അതായത് ഹെഡ് ഷോട്ട് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ചെവി കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, വിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. 10 KB മുതൽ 200 KB വരെയുള്ള സൈസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഒപ്പാണ്, സിഗ്നേച്ചർ ആണ്, അതും JPG ഫോർമാറ്റിലായിരിക്കണം. 10 KB മുതൽ 50 KB ഫോർമാറ്റിലാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സ്കാൻഡ് കോപ്പി ഓഫ് ഐഡൻറ്റിറ്റി പ്രൂഫ്, അതായത് നിങ്ങൾ ആധാർ കാർഡാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിജി ലോക്കർ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലോട്ട് ഒരു OTP പോയിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല, പാസ്പോർട്ടോ പാൻ കാർഡോ പോലെയുള്ള ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഐഡന്റിറ്റി പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം ഈ സ്റ്റെപ്പ് 2 അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സിൻ്റെ ഒപ്പം ഐഡന്റിറ്റി പ്രൂഫും കൂടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. 10 KB മുതൽ 200 KB സൈസിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ അത് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2 വർഷവും കൂടെ
2 വശങ്ങളും ഇപ്പോൾ പാൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 വശങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ അതിൻ്റെ സ്കാൻഡ് ആയിട്ടുള്ള JPG ഫോർമാറ്റിലെ 10 KB മുതൽ 200 KB വരെയുള്ള സൈസിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ PWD അല്ലെങ്കിൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ UDID സർട്ടിഫിക്കറ്റ് അതിൻ്റെ പ്രൂഫും സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. 3 പേപ്പർ വരെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ അഡീഷണൽ പേപ്പേഴ്സിനുള്ളതും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡ് അതായത് ATM കാർഡ് UPI പോലെയുള്ള സംവിധാനം വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോസസ്സിംഗ് ഫീയോ അല്ലെങ്കിൽ ചാർജസോ ഉണ്ടാവില്ല. ഇനി അതല്ല നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റു നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചില ബാങ്കുകളുടെ പ്രോസസ്സിംഗ് ഫീയോ അല്ലെങ്കിൽ സർവീസ് ചാർജസോ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ UPIയോ അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പാസ്വേഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ബേസിക് രജിസ്ട്രേഷൻ ആണ്. അവിടെ പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അത് ഇവിടെ പറയുന്നത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. പാസ്വേഡ് എങ്ങനെയായിരിക്കണം? 13 ക്യാരക്ടർ ലോങ് ഉണ്ടായിരിക്കണം. 13 ക്യാരക്ടേഴ്സ് ആയിരിക്കണം. 8 മുതൽ 13 ക്യാരക്ടേഴ്സ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. ഒരു അപ്പർ കേസ് വേണം, ഒരു ലോവർ കേസ് വേണം, ഒരു ന്യൂമറിക്കൽ വാല്യൂ വേണം. അതുപോലെ തന്നെ ഇത് #, @ പോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് അതിനെ ബേസ് കൊണ്ട് ഇതാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് OTP ജനറേറ്റ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് എന്ത് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇമെയിലിലോട്ടും വെരിഫിക്കേഷൻ ലിങ്ക് അയച്ചിട്ട് അങ്ങനെയും റീസെറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവസാനം നിങ്ങൾ അക്ഷയ സെൻറ്ററിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ അവസാനം സബ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ കൺഫർമേഷൻ പേജും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ PDF ആയിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വായിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ I have downloaded the information bulletin of CUET UG 2026 and read and understood all the instruction therein as well as those mentioned above and will fill up the online application form the CUET UG 2026 accordingly. ഇവിടെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ട് പോകും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാൻഡിഡേറ്റ് നെയിം കൊടുക്കാനുള്ളത്. ഞാനിവിടെ കാൻഡിഡേറ്റ് നെയിം കൊടുക്കുന്നു. ഞാനിവിടെ സാമ്പിൾ ഡാറ്റ ആയിരിക്കും എന്താക്കുക നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവുക. നിങ്ങളത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സ് നെയിം ഫുൾ നെയിം തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഗാർഡിയൻസ് നെയിം എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക കേട്ടോ നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം എന്താണ് അതവിടെ കൊടുക്കുക. അതുപോലെ മദേഴ്സ് നെയിം എന്താണ് അതും കൊടുക്കുക. അതുപോലെ എന്തുണ്ടാ കാൻഡിഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു, തീയതി കൊടുക്കുന്നു, അതുപോലെ തന്നെ മന്ത് കൊടുക്കുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു ഇയറും കൊടുക്കുന്നു. പിന്നെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്, മെയിലാണോ ഫീമെയിലാണോ തേർഡ് ജെൻഡർ ആണോ. പിന്നെ വീണ്ടും ഈ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ വീണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. വീണ്ടും കൺഫേം ചെയ്യുക. അത് നിങ്ങൾ ഈ ഒരു വിവരങ്ങൾ ഈ ബേസിക് രജിസ്ട്രേഷൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോൻ്റെ ടൈമിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം വളരെ ശ്രദ്ധാപൂർവം തന്നെ ഒരു തെറ്റുകളും കൂടാതെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതൊരു അപ്ലിക്കേഷനുള്ള ചാൻസ് ഇല്ല ഇപ്രാവശ്യം. പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നിങ്ങൾ ഫോം ഫില്ലിംഗ് സമയത്ത് നിങ്ങൾ കാണും. അതായത് ഒന്നുകിൽ ആധാർ ID സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്യാനുണ്ട്. രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുണ്ട്. അപ്പം ഒറ്റ അപ്ലിക്കേഷനുള്ള ചാൻസേ ഉള്ളൂ. അപ്പോൾ റിജക്ഷൻ ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഈ കൊടുത്തിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് വീണ്ടും കൺഫർമേഷന് വേണ്ടിയിട്ട് വീണ്ടും കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും കൊടുക്കുന്നു, മദേഴ്സ് നെയിം കൊടുക്കുന്നു, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് വീണ്ടും കറക്റ്റായിട്ട് കൊടുക്കുന്നു, ഇയറും കൊടുക്കുന്നു, അതുപോലെ തന്നെ ജെൻഡർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കറക്റ്റാണ്. ഇനി ആദ്യത്തെ വിവരങ്ങളും ഈ കൺഫർമേഷൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ റെഡ് ലെറ്റേഴ്സിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രസൻറ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പ്രിമൈസസ് നമ്പർ ഓർ നെയിം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടുപേർ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് നമ്പർ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഹൗസ് നമ്പർ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടുപേര് ഞാൻ അവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സബ് ലൊക്കാലിറ്റി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അത് ചോദിച്ചിട്ടുണ്ട്, ഞാനത് അവിടെ കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ കൺട്രി ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ കൊടുക്കുന്നു, സ്റ്റേറ്റ് കേരള കൊടുക്കുന്നു,
അല്ലേ? സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റേറ്റ് കേരള കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിൻ കോഡ് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ കേരള കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് ഞാൻ കാസർഗോഡ് കൊടുക്കുന്നു. അതുപോലെ പിൻ കോഡും ചോദിക്കുന്നുണ്ട്, പിൻ കോഡ് അതും ഞാൻ എൻ്റർ ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് ഈ വിവരങ്ങൾ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ ബേസിക് ഡീറ്റെയിൽസ് ഒന്നും തെറ്റിക്കാൻ പാടില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡാറ്റാസ് ആണ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും. ഇതായിരിക്കും നിങ്ങൾ ഫർദർ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ, സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ, സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ, എല്ലാ കാര്യങ്ങൾക്കും, പിന്നെ ആൻസർ കീ ചലഞ്ച് ചെയ്യാനൊക്കെ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇമെയിൽ ID അതും തെറ്റാതെ കൊടുക്കുക എന്നുള്ളതാണ്. സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്മോൾ ലെറ്ററിലാണ്, നിങ്ങൾക്കറിയാം സ്മോൾ ലെറ്ററിലാണ് ഇമെയിൽ ID കൊടുക്കേണ്ടത്. അത് ഞാൻ അവിടെ കൊടുക്കുന്നു. പിന്നെ ഇമെയിൽ ID കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഞാൻ കൺഫേം ചെയ്യുന്നു. ഓക്കെ. അതുപോലെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ കൺട്രി കോഡ് 91 ആണെന്നുള്ളത് അറിയാം. ഇനിയിപ്പം നിങ്ങൾ ഫോറിൻ നമ്പർ ആണ് നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കൺട്രി കോഡ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ നമ്പറും കൂടെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ. ദെൻ ഓൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്, ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് പ്രസൻറ്റ്, നിങ്ങൾ സ്ഥിരമായിട്ടുള്ള അഡ്രസ്സ് അത് നിങ്ങൾ പ്രസൻറ്റ് അഡ്രസ്സ് നിങ്ങൾ ഇപ്പോഴുള്ള അഡ്രസ്സുമായിട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് സെയിം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ ആയിട്ട് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്, സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് കൊടുത്തുകൊണ്ട് തന്നെ. ഇനി പാസ്വേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ 8 മുതൽ 13 ക്യാരക്ടേഴ്സ് ലെങ്ത്തിലുള്ളതായിരിക്കണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം. ## പോലുള്ളത് അപ്പർ കേസ്, ലോവർ കേസ്, അതുപോലെ തന്നെ 1 2 3 പോലെയുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അത് കൺഫേം ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പാസ്വേഡ് കൊടുക്കുന്നു, അത് കൺഫേമും കൂടെ ചെയ്യാണ്. അപ്പം ഞാൻ പാസ്വേഡ് കൊടുത്തു. ഇനി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇനി അഥവാ നിങ്ങൾ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റിക്കവർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷനാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ, നിങ്ങൾക്ക് എന്താണോ ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റുക, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് സ്കൂൾ ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റുക, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സെക്യൂരിറ്റി ആൻസർ കൊടുക്കുക. എൻ്റെ ഫേവറേറ്റ് കളർ ഞാൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അതും കൂടെ ഞാൻ അവിടെ കൊടുത്തു. ദെൻ ഇവിടെ എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ക്യാപ്ച ആസ് ഷോൺ ബിലോ എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന ക്യാപ്ച, അതായത് 9866KQ എന്നുള്ളതാണ് അവിടുത്തെ ക്യാപ്ച. അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളത് മെഷീനല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതിനു മുമ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ അത് ക്യാപ്ചർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി. ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ എൻറ്റേർഡ് യു മേ ഡു സോ ബൈ പ്രസ്സിങ് ദി എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ബട്ടൺ ഓർ പ്രസ് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP. അതായത് നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും ഇനി മാറ്റാനുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ ഒരു മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി അതല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ട് OTP ജനറേറ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക. പേര് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ, ഫാദേഴ്സ് നെയിം കറക്റ്റ് ആണോ, മദേഴ്സ് നെയിം കറക്റ്റ് ആണോ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ, അതുപോലെ തന്നെ അഡ്രസ്സും ജെൻഡറും അതുപോലെ മൊബൈൽ നമ്പറും ഇമെയിൽ നമ്പറും ഇവിടെ നോക്കി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ഡിക്ലറേഷൻ വായിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഐ അഗ്രി എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ശേഷം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ. നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാണ്ട് അപ്പം മൊബൈൽ നമ്പറിലോട്ട് ഒരു SMS വരും, OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫോണിലോട്ടൊരു OTP വന്നിട്ടുണ്ട്, ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കാണുന്ന പോലെ തന്നെ വന്നിട്ടുള്ള OTP എന്ന് പറയുന്നത് 023 എന്നുള്ളതാണ്. ഞാൻ OTP എൻ്റർ ചെയ്തു. എന്നിട്ട് സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുകയാണ്. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുന്നു. ഇപ്പോൾ ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഇമെയിൽ ID കൂടെ വെരിഫൈ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്തതിന് ശേഷമാണ് ബേസിക് രജിസ്ട്രേഷൻ ഫോം ഇതാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. രജിസ്ട്രേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്തു, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തു, ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ ബാക്കിയുണ്ട്. അതിനുശേഷം അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം ഫീ പേയ്മെൻറ്റും കൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്,
ഇമെയിൽ ഐ ഡിയും കൂടെ ഞാൻ വെരിഫൈ ചെയ്യാണ്. അപ്പോൾ ഇമെയിലിലോട്ട് ഒരു OTP പോകും. അപ്പം ഞാൻ ഈ ക്യാപ്ചർ എൻ്റർ ചെയ്യാണ്. ക്യാപ്ചർ എൻ്റർ ചെയ്തിട്ടാകുമ്പോൾ ഇമെയിലോട്ട് ഒരു OTP പോകും. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP കൊടുക്കുന്നു. ശേഷം മെയിൽ ഐ ഡിയിലോട്ടും എന്ത് ചെയ്യും, OTP പോകുന്നുള്ളതാണ്. അപ്പം മെയിൽ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ OTP എൻ്റർ ചെയ്യും. OTP വന്നിട്ടുണ്ട്. OTP വന്നിട്ടുള്ളത് 194644 എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 194644 എന്നുള്ളതാണ്. അത് ഞാൻ OTP എൻ്റർ ചെയ്യാണ്. എന്നിട്ട് വെരിഫൈ കൊടുക്കുന്നു. വെരിഫൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൂടെ വെരിഫൈ ചെയ്ത് വരും. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ബേസിക് രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നോക്കടാ, ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡും വരും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രജിസ്ട്രേഷൻ ഫോം, ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമുക്ക് എന്തിലുള്ളത്, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തായിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ബേസിക് രജിസ്ട്രേഷനിൽ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ബേസിക് പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ഐഡന്റിറ്റി ഡീറ്റെയിൽസ്, ആധാർ ID ഉണ്ടോ ഇല്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ഫോർ എക്സാം ആൻഡ് സെലക്ട് ടെസ്റ്റ് പേപ്പർ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈവായിട്ട് എന്താക്കാനുണ്ട്, ഒരു ഫോട്ടോഗ്രാഫ്. ഇപ്രാവശ്യത്തെ പ്രത്യേകതയാണ്, ലൈവായിട്ട് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഫോണിൽ നമ്മുടെ ഫോട്ടോ എടുക്കാനുണ്ട്. ഞാനത് കാണിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവസാനമായിട്ട് ഡോക്യുമെൻറ്റ്സ് ഫില്ല് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ഉണ്ടാവും, നിങ്ങൾ ഫോമിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തത്. ഞാൻ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ അക്ഷയയിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഡീറ്റെയിൽസ് എന്താക്കണം, കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ആ ഒരു സബ്മിഷൻ അവരോട് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോന്നിലോട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ആദ്യം നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. എൻ്റെ പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ കൊടുക്കുകയാണ്. അതുപോലെ സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ ഞാൻ കേരള കൊടുക്കുന്നു. അതുപോലെ തന്നെ കാറ്റഗറി OBC NCL സർട്ടിഫിക്കറ്റ്, OBC ആണോ, EWS ആണോ, SC ST ആണോ, അല്ല ജനറൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ OBC NCL ആണ്, അതുകൊണ്ട് തന്നെ OBC NCL കൊടുക്കുന്നു. അതുപോലെ തന്നെ കൺഫേം കാറ്റഗറി ചോദിക്കുന്നുണ്ട്, കാറ്റഗറി ഏതാണെന്നുള്ള ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ OBC NCL വീണ്ടും കൺഫേം ചെയ്യുന്നു. ദെൻ ഡു യു ഹാവ് എ വാലിഡ് ആൻഡ് ലൈവ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ അതോറൈസ്ഡ് ഗവൺമെൻറ് ഓഫീസ്. നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അക്ഷയയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് തഹസിൽദാർ ഒപ്പിടുന്ന ഇത് OBC NCL സർട്ടിഫിക്കറ്റ് ആയിക്കഴിഞ്ഞാലും EWS ആയിക്കഴിഞ്ഞാലും SC ST ഒക്കെ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സ്റ്റേറ്റ് പർപ്പസ് അല്ല, സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂ ചെയ്ത ഡേറ്റും അതിൻ്റെ നമ്പറും ചോദിക്കുന്നുണ്ട്. ഇനി അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ്, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷൻ നമ്പറും കൂടെ ഇതിൽ എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് അവൈറ്റിംഗ് ദി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പറയാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ റെസിപ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാനുണ്ട്. പിന്നെ ഏത് ഡേറ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് അതോറിറ്റിയാണ്, തഹസിൽദാർ ആണോ, ആരാണ് നിങ്ങൾക്ക് അത് ഇഷ്യൂ ചെയ്ത് തരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആർ യു ഡയബറ്റിക് എന്നുള്ള രീതിക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ കയ്യിൽ ഇപ്പം സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഏത് അതോറിറ്റിയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ID ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് ഇഷ്യൂ ചെയ്തത്, ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്, അതുപോലെ തന്നെ ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട്. സോ അവിടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ID ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിക്ക് കൊടുക്കുകയാണ്.
അപ്ലിക്കേഷൻ റെസിപ്റ്റ് നമ്പർ. നമ്മളിപ്പോൾ അക്ഷയയിൽ പോയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആ ഒരു അപ്ലിക്കേഷൻ്റെ ഒരു ഫോം നമുക്ക് തരുമല്ലോ, അതിൽ ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, റെസിപ്റ്റ് നമ്പർ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ സാമ്പിളായിട്ട് 1 2 3 4 കൊടുക്കുകയാണ്. പിന്നെ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്, ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം. ഡേ, മന്ത്, ഇയർ, ആ ഒരു ഫോർമാറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാനത് ഇപ്പം മിനിഞ്ഞാന്നാണ് അപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെയാണ് അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് പിന്നെ ഡേ, മന്ത് ആ ഒരു ഫോർമാറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ. ഇനി നെയിം ഓഫ് അതോറിറ്റി വേർ അപ്ലൈഡ് ഫോർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഇത് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള കൊടുക്കുന്നു, അല്ലെങ്കിൽ തഹസിൽദാർ എന്നുള്ള രീതിക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് തെറ്റാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ ആർ യു ഡയബറ്റിക്, നിങ്ങൾക്ക് ഷുഗർ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ആ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്ലേസ് ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. അർബൻ ആണോ, ഗ്രാമീണ പ്രദേശമാണോ, അല്ല നഗരപ്രദേശമാണോ. നഗരമാണെന്നുണ്ടെങ്കിൽ അർബൻ എന്ന് കൊടുക്കുക. റൂറൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റൂറൽ എന്ന് കൊടുക്കുക. റൂറൽ കൊടുക്കുന്നു. ആനുവൽ ഫാമിലി ഇൻകം എത്രയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ സാമ്പിൾ ഡാറ്റയായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. പിന്നെ ബിലോങ്സ് ടു മൈനോറിറ്റി, ഏതെങ്കിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ എസ് കൊടുക്കുകയാണ്. ദെൻ റിലീജിയസ് മൈനോറിറ്റി ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. മുസ്ലിമാണ്, ഞാൻ മുസ്ലിം കൊടുക്കുന്നു. ദെൻ വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ, എക്സ് സർവീസ്മാൻ്റെ മകനോ മകളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഞാൻ നോ കൊടുക്കുകയാണ്. പിന്നെ ക്ലെയിം ഫോർ NCC കോട്ട, നിങ്ങൾ NCCൻ്റെ നാഷണൽ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലെയിം ഫോർ NCC കോട്ടയിൽ ആ ഒരു കോട്ട ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ, സ്പോർട്സ് മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. അവിടെ നോ കൊടുക്കുകയാണ്. ദെൻ ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ക്യാപ്ച കോഡും കൂടെ എൻ്റർ ചെയ്യാണ്. ഓക്കെ. N3J239 എന്നുള്ളതാണ്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി ഓക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു, യെസ് കൊടുക്കുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ്, അപ്പം കോൺടാക്ട് ഡീറ്റെയിൽസ് ആയി, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയി. പിന്നെ ഡിസബിലിറ്റി ഡീറ്റെയിൽ, നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, യെസ് കൊടുക്കുക. അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും. പിന്നെ എന്താണ് ഇവിടെ ഡു യു ഹാവ് UDID സർട്ടിഫിക്കറ്റ് സാധനങ്ങൾ, അപ്പോൾ അങ്ങനെ ചോദിക്കും. ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഡയറക്റ്റ്ലി ഇവിടെ വീണ്ടും ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാം. 59781K എന്നുള്ളതാണ്. യെസ് കൊടുക്കുകയാണ് ക്യാപ്ച എൻ്റർ ചെയ്തിട്ട്. അങ്ങനെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയി, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയി, ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആയി, ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ആധാർ കാർഡും ഡിജി ലോക്കറും വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ OTP നിങ്ങളുടെ അത് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലോട്ട് പോയിട്ട് OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നിങ്ങൾ ബാക്കിയുള്ള ഇന്ത്യൻ പാസ്പോർട്ടോ അല്ലെങ്കിൽ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ റേഷൻ IDയോ അല്ലെങ്കിൽ വോട്ടർ ID ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡോക്യുമെൻ്റ് അത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ 2 വശങ്ങളും സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാനുണ്ട്, അവസാനം ഫോട്ടോൻ്റെയും സിഗ്നേച്ചറിൻ്റെ ഒപ്പം നിങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്തായാലും എന്ത് ചെയ്യുന്നു, ഞാൻ ആധാർ വെച്ചുകൊണ്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആധാർ നമ്പർ കാര്യങ്ങൾ കൊടുക്കാനുണ്ടാവും. അപ്ലിക്കേഷൻ നമ്പറും കാൻഡിഡേറ്റ്സ് നെയിമും വന്നു. ഐ വോളണ്ടിയർലി അഗ്രി ടു ഷെയർ മൈ ആധാർ നമ്പർ ആൻഡ് ഐ ആം അവെയർ ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് മൈ ഐഡൻറ്റിറ്റി അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദി CUET UG 2026. അപ്പോൾ ഈ ഒരു ആധാർ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എക്സാം ഹോളിലോട്ട് കയറ്റുക, അത്തരം കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഇതാക്കുക. അപ്പോൾ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. ആധാർ നമ്പർ കൺഫേം ചെയ്യാനും വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആധാർ നമ്പർ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അത് ഒന്നും കൂടെ എൻ്റർ ചെയ്ത് ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ഞാൻ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നു. എന്താണ് 3583. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഈ നമ്പറിലോട്ട് OTP പോയിട്ട് അത് ഒതൻറ്റിക്കേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാനുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഓക്കെ, വീണ്ടും ഞാൻ കൺഫേം ചെയ്ത് കൊടുക്കുകയാണ്. 358355729578. ഓക്കെ, സെറ്റ്. ദെൻ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദ ആധാർ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ദെൻ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അടിച്ചു കൊടുക്കുക.
ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകും. ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലോട്ട്, മൊബൈൽ നമ്പറിലോട്ട് എന്തായിട്ടുണ്ട്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ മെസ്സേജ് എന്ത് ചെയ്യുക, ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. OTP വന്നിട്ടുണ്ട് 209810 എന്നുള്ളതാണ്. ദെൻ ക്യാപ്ച വീണ്ടും എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് സബ്മിറ്റ് OTP കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാറിൻ്റെ വിവരങ്ങൾ കാര്യങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോസും കാര്യങ്ങളും പഴയ ഫോട്ടോസൊക്കെ ഇവിടെ കാണാം. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഡു യു ഹാവ് ആധാർ ID, അപ്പം അക്കാഡമിക് ക്രെഡിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗവൺമെൻറ് ID ആണ് ആധാർ ID എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം. ഞാൻ നോ കൊടുക്കുകയാണ്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുന്നു. ശേഷം നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഏത് ടെസ്റ്റ് പേപ്പേഴ്സാണ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഈ കാര്യം. നിങ്ങൾക്കറിയാം CUT എക്സാമിൽ 3 സെക്ഷനാണുള്ളത്. സെക്ഷൻ 1 ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷും മലയാളം അടക്കമുള്ള 13ഓളം റീജിയണൽ ലാംഗ്വേജസ് ആണുള്ളത്. അതുപോലെ തന്നെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡൊമൈൻ സബ്ജക്റ്റ് ആണ്. +2 NCERT ബേസ് ചെയ്തുള്ള സബ്ജക്റ്റാണ്. 23ഓളം ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ സയൻസ് ആണെന്നുണ്ടെങ്കിൽ PCMB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു കോമ്പിനേഷൻസ് ഉണ്ടാവും. ഇനി കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പോലെയുള്ള സബ്ജക്റ്റ് ഉണ്ടാവും. ഇനി ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പല സബ്ജക്ട് കോമ്പിനേഷൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി, ജിയോഗ്രഫി, ജിയോളജി, സൈക്കോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള മൾട്ടിപ്പിൾ, ജിയോഗ്രഫി, ജിയോളജി പോലെയുള്ള മൾട്ടിപ്പിൾ സ്പെഷ്യലൈസേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുക. നിങ്ങൾ മലയാളം ചൂസ് ചെയ്യാൻ പോകരുത്. കാര്യം നിങ്ങൾ മലയാളം ഗ്രാമർ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംസാരിക്കാനും എഴുതാനൊക്കെ അറിയായിരിക്കാം, പക്ഷേ മലയാളം ഗ്രാമർ ഒന്നും കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷിനേക്കാളും ഒരു വശം നിങ്ങൾക്ക് ടഫായിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുക. അതിൽ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ, സിനോണിംസ്, ആൻറ്റോണിംസ്, വൊക്കാബുലറി, ഇഡിയംസ് ആൻഡ് ഫ്രൈസസ്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, പ്രപ്പോസിഷൻ തുടങ്ങിയിട്ട് 25ഓളം ടോപ്പിക്കുകളാണ് വരുന്നത്. നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് നടത്താം. പിന്നെ അതുപോലെ ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള 3 സബ്ജക്റ്റുകളും ചൂസ് ചെയ്യുക. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾ ഈ ഡൊമൈൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റികളിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നോ, നിങ്ങൾ ആദ്യം ഒരു കോഴ്സാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഞാൻ ഡിഗ്രിക്ക് പോകുന്നത് ഈ ഒരു കോഴ്സിനാണ്, ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സാണ്. അപ്പോൾ ഇത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെക്റ്റിക് പ്രൊസീജിയറാണ്. ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റീസിലോട്ടും പോയിട്ട് ഓരോ കോഴ്സസും നിങ്ങൾ എടുത്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ ഒരു ഫിഗറിങ് ഔട്ട് നടത്തേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ ഒരു അഡ്മിഷൻ ഗൈഡ് പുസ്തകം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു കോഴ്സ്, ഡിഗ്രിക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ആ കോഴ്സ് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ മുഴുവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ടും വേണ്ടുന്ന മാക്സിമം ഡൊമൈൻ പേപ്പേഴ്സും ലാംഗ്വേജും ജനറൽ ടെസ്റ്റും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലാംഗ്വേജിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും തന്നെ ചൂസ് ചെയ്യുക. ഡൊമൈൻ യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാം. കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലായിട്ട് എന്ത് ചെയ്യാം, ഹെൽപ്പ് ഡെസ്കിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ അഡ്മിഷനോട് ചോദിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അതിലൊന്നും വിഷയമില്ല. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പം പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾ ഏത് കോഴ്സ് എടുത്തോട്ടെ നിങ്ങൾ ഡൊമൈനായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്താണ്, +2 പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ മുഴുവൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വിൽ ബി ഡെഫിനറ്റ്ലി ആൻസറിങ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻസ്. നമ്മളെ ടീം എന്തായാലും നിങ്ങളെ ആ ഒരു എല്ലാ കമൻറ്റിനും നിങ്ങൾ ആൻസർ ചെയ്യുന്നതാണ്. ആ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി വാട്സപ്പിൽ അങ്ങനെയുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ കോൾ മുഖേനയുള്ള അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഹെൽപ്പ് ഡെസ്കിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഞാൻ ചൂസ് ചെയ്യുകയാണ് ഒന്നാമത്തെ പേപ്പർ. ഒരു കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പേപ്പേഴ്സ് 5 എണ്ണമാണ്. അപ്പോൾ ലാംഗ്വേജിൽ ഞാൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ +2 കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ +2 സയൻസ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കൊമേഴ്സ് ആണെന്നിരിക്കട്ടെ, ഞാൻ അക്കൗണ്ടൻസി ചൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ചൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എക്കണോമിക്സും കൂടെ ഡൊമൈനിൽ 3ാമത്തെ പേപ്പറായിട്ട് ഞാൻ ചൂസ് ചെയ്യാണ്. എക്കണോമിക്സും കൂടെ ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എക്കണോമിക്സ് എവിടെ യെസ്, ഞാൻ എക്കണോമിക്സും കൂടെ എന്താ ചെയ്യാണ്, ചൂസ് ചെയ്യാണ്. ഓക്കെ,
അപ്പോൾ ലാംഗ്വേജിൽ ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ദെൻ അഞ്ചാമതായിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും, നിങ്ങൾ ചിലപ്പം ചില യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ 2 പേപ്പേഴ്സേ വേണ്ടി വരുന്നുണ്ടാവുള്ളൂ. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് ഒക്കെ വേണ്ടി വരുള്ളൂ, ഡൊമൈൻ വേണ്ടി വരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഡൊമൈനൊക്കെ വേണ്ടി വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് ഏതൊക്കെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ടോ അതിന് വേണ്ടുന്ന മാക്സിമം പേപ്പേഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കാര്യം ഒരു കോഴ്സിൽ ഓരോ യൂണിവേഴ്സിറ്റികളിലും 40 to 60 സീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പം 15 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ വർഷം കോമ്പീറ്റ് ചെയ്യുക. ഇപ്രാവശ്യം അത് നേരത്തെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് 18 ലക്ഷം വരെയൊക്കെ വരാം. അപ്പം നിങ്ങളൊരു റിസ്ക് എലമെൻ്റ് ആണ് അവിടെ എടുക്കുന്നത് എന്നുള്ളതാണ്, ആ ഒരു സ്റ്റെപ്പാണ് എടുക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 70,000-ലധികം സീറ്റുകൾ ഒരുപാട് കോഴ്സുകളിലായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടുന്ന പേപ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കരുത്, അത് വലിയൊരു മണ്ടത്തരായിരിക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പല കുട്ടികളും എക്സാമിന് അപ്ലിക്കേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കില്ല, അവസാനം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടുന്ന, ഒരു വർഷം ഡ്രോപ്പ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് അത്രയും കാര്യങ്ങൾ പറയുന്നത്. ദെൻ ഇവിടെ ചോദിക്കുന്നത് ഏത് ഭാഷയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുക. കാര്യം ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള മലയാളം പോലെയുള്ള പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുക ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്. എക്സാം സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ കേരള തന്നെ കൊടുക്കുകയാണ്. ദെൻ നിങ്ങൾ രണ്ടാമത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് എഴുതാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കേരള തന്നെ കൊടുക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ്, ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങളും ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങളും ചെയ്യാനുള്ള ഇതാണ്, നിങ്ങളുടെ ജില്ലയിൽ ഫസ്റ്റ് സെൻറ്റർ കൊടുക്കുക ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട്. നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റത്തെ പ്രിഫറൻസിന് കിട്ടും. ഇനി അതല്ല, കാസർഗോഡ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള കണ്ണൂരിൽ വേണം. ഇനി കണ്ണൂരിലും കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എവിടെ വേണം, കണ്ണൂരിലും കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എവിടെ വേണം, എനിക്ക് കോഴിക്കോട് കൊടുക്കാം. ഇനി കോഴിക്കോടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജില്ലകളിലോ കൊടുക്കാം. ഇനി അതല്ല, ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് വേറെ സ്റ്റേറ്റിൽ വേണം, ചിലപ്പോൾ മാംഗ്ലൂർ പോലെയുള്ള, മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എനിക്ക് തൊട്ടടുത്താണെങ്കിൽ മറ്റു സ്റ്റേറ്റും കൊടുക്കാം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാദേഴ്സ് ഗാർഡിയൻസ് ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. ബിസിനസ് ആണോ അഗ്രികൾച്ചർ ആണോ എന്താണെന്നുള്ളത്, ഞാൻ അഗ്രികൾച്ചർ കൊടുക്കുകയാണ്. പിന്നെ എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഫാദേഴ്സ് ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, ഇത് നിരക്ഷരരായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടില്ല ഇല്ലിറ്ററേറ്റ് കൊടുക്കാം. ഇനി 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ മാട്രിക്കുലേറ്റ് കൊടുക്കാം. ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രാജുവേഷൻ കൊടുക്കാം. ഞാൻ മാട്രിക്കുലേറ്റ് കൊടുക്കുകയാണ്. പിന്നെ മദേഴ്സ് ഗാർഡിയൻസ് ഒക്യുപ്പേഷൻ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡിഫൻസ് പേഴ്സണലാണോ, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണോ, അല്ല വേറെ എന്താണെന്നുള്ളത് ഞാൻ അതേഴ്സ് കൊടുക്കുകയാണ്. ഹൗസ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം, ഇൻക്ലൂഡിങ് ഹൗസ് വൈഫാണ് അതേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മദേഴ്സ് ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ, ഇലിറ്ററേറ്റ് ആണോ മാട്രിക്കുലേറ്റ് ആണോ, ഞാൻ മാട്രിക്കുലേറ്റ് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്യാനുണ്ട്. ആ ക്യാപ്ച കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ഐഡന്റിറ്റി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആധാർ ID, പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സും കൂടെ നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്, 10th-ലെയും 12th-ലെയും ഡീറ്റെയിൽസ് ആണ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത്. ഇവിടെ ആദ്യം തന്നെ പാസ് സ്റ്റാറ്റസ്, നമ്മൾ പാസ്സായിട്ടുണ്ടാവില്ല, അപ്പോൾ എന്തായാലും പാസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിങ്, ഏത് വർഷത്തിലാണ് നമ്മൾ 10th പാസ്സായത്. ഞാൻ 2018 എന്താവുന്നത് 10th പാസ്സാവുന്നത്, അത് ഞാൻ കൊടുത്തു. ദെൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്, ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. 10th or equivalent കൊടുക്കുക. ദെൻ പ്ലേസ് ഓഫ് സ്കൂൾ, എവിടെയാണ് നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത്, റൂറൽ ഏരിയയിലാണോ അർബനിലാണോ ഗ്രാമപ്രദേശത്താണോ അല്ലെങ്കിൽ നഗരപ്രദേശത്താണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എൻ്റെ റൂറൽ ഏരിയ ആയിരുന്നു. ദെൻ ടൈപ്പ് ഓഫ് സ്കൂൾ ഓർ കോളേജ് എന്നുള്ള ചോദിച്ചിട്ടുണ്ട്, അത് കേന്ദ്രീയ വിദ്യാലയം അല്ലെങ്കിൽ പബ്ലിക് ഗവൺമെൻറ് സ്കൂളാണോ, ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളായിരുന്നോ എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെത് ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് ചൂസ് ചെയ്യാണ്. അത് ചൂസ് ചെയ്തു. ദെൻ ഇവിടെ പിന്നീട് ചോദിക്കുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ 10th പാസ്സായത്, ഏത് സംസ്ഥാനത്തു നിന്നാണ്, കേരളത്തിൽ നിന്ന് തന്നെയാണ്, അപ്പോൾ കേരള കൊടുത്തു. ദെൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, ഏത് ജില്ലയായിരുന്നു നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത്, 10th നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ സ്കൂൾ ഏത് ജില്ലയിലായിരുന്നു എന്നുള്ളത്, അതും കാസർഗോഡ് ഞാൻ കൊടുക്കുകയാണ്. ശേഷം സ്കൂൾ ബോർഡ് ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ ബോർഡ് എന്നുള്ളത് ശ്രദ്ധിക്കുക, നിങ്ങൾ
തെറ്റിച്ച് കൊടുക്കരുത്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ്, നിങ്ങൾ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാവും. നിങ്ങളിവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ല, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻസ് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിസൾട്ട് മോഡ് എങ്ങനെയായിരുന്നു, പെർസെൻറ്റേജിലാണോ CGPAയിലാണോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ CGPAയിലോട്ട്. പെർസെൻറ്റേജ് ആണ് ഒന്നും കൂടെ എളുപ്പം, അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് കൊടുക്കുക എന്നുള്ളതാണ്. പെർസെൻറ്റേജ് കൊടുത്തു. ദെൻ ടോട്ടൽ മാർക്ക്, ടോട്ടൽ പെർസെൻറ്റേജ് എത്രയായിരിക്കും? ആദ്യം നമുക്ക് പെർസെൻറ്റേജിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ള 10ാം ക്ലാസ്സിൽ 10 സബ്ജക്റ്റുകളാണല്ലോ ഉള്ളത്. അപ്പോൾ ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് പോയിന്റ്സ് അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കടാ, നിങ്ങൾ A+ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് 9 ആണ്. പിന്നെ അതുപോലെ തന്നെ A ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് 8 ആണ്. B+ ആണെങ്കിൽ 7, അങ്ങനെ B6, C+5, C4, D+3, D2, E1 ആണ് വരിക. അപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. എനിക്കിപ്പോൾ ഈ ഒരു രീതിക്കാണ് എൻ്റെ മാർക്ക് വന്നിരിക്കുന്നത്, ഗ്രേഡ് വന്നിരിക്കുന്നത്. അതായത് 8 വിഷയങ്ങൾക്ക് A+. അപ്പം 8 ഗ്രേഡ് വരുന്ന സമയത്ത് 8 × 9 വരും അല്ലേ, പ്ലസ് ഒരു 8. സോഷ്യൽ സയൻസിൽ A ആണ്, അപ്പോൾ 8 വന്നു. IT-യിൽ B+ മാത്രമേ ഉള്ളൂ, അപ്പോൾ 7 വന്നു ഗ്രേഡ് പോയിന്റ്. അപ്പോൾ ഇതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നോക്കടാ. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് × 100/90 ആണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഗ്രേഡ് പോയിന്റ് അല്ലേ, ഇതിൻ്റെ ടോട്ടൽ. അതായത് 8, 9 ഗ്രേഡ് ആണുള്ളത്, അതുപോലെ തന്നെ ഒരു 8, ഒരു 7 അല്ലേ, × 100/90. അപ്പോൾ 87 × 100/90 ചെയ്യുന്ന സമയത്ത് 96.66% ആണ് എനിക്ക് 10th കിട്ടിയത് എന്നുള്ളതാണ്. ഇനി CGPAയിലോട്ടാണെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ബൈ നമ്പർ ഓഫ് സബ്ജക്ട്. ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട് ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് 10 ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെ, ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ബൈ നമ്പർ ഓഫ് സബ്ജക്ട് എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? 87/10 എന്ന് പറയുമ്പോൾ 8.7 ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ 2 രീതിക്കും ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ മാർക്സ് ആയിട്ട് എത്ര കൊടുക്കുന്നു? ടോട്ടൽ മാർക്സ് 100-ൽ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പുറത്ത് ചെയ്തു വരുന്നുള്ളതാണ്. അതായത് 100-ൽ 96 അല്ലേ, 96.66 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ 96.66 കൊടുക്കുകയാണ്. ദെൻ ഇവിടെ പെർസെൻറ്റേജ് ആയിട്ട് 96.66 വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ 66 കൊടുക്കണമെന്നില്ല. അപ്പോൾ 96% ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ വന്നാൽ മതി, അവിടെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 96 ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 96.6 വന്നത് റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പോയിന്റ് 4 ആണ് വരുന്നുണ്ടെങ്കിൽ ഇപ്പം അതേ നമ്പർ തന്നെ. ഇപ്പം 96.4 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 96 കൊടുക്കുക. 96.6 ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 5-ന് മുകളിലായതുകൊണ്ട് തന്നെ റൗണ്ട് ചെയ്തിട്ട് 97 കൊടുക്കുക. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. പിന്നെ എൻറോൾമെൻറ്റ് നമ്പർ, നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടാവും, എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും, അത് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ സാമ്പിൾ ഡാറ്റ കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ, കോളേജ് നെയിം, അഡ്രസ്സ്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്. എൻ്റെത് സെൻറ്റ് മേരീസ് കടുമേനി എന്നുള്ള ഒരു പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനത് കൊടുക്കുകയാണ്. HSS സ്കൂളിൻ്റെ ഫുൾ പേരും പിന്നെ അഡ്രസ്സ്, സ്ഥലത്തിൻ്റെ പേരും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് അലൗഡ് ആണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ, കോളേജ്, പിൻകോഡ്, സ്കൂള് 10th സ്കൂള് നിന്നിരുന്ന അതിൻ്റെ പിൻകോഡ് എത്രയായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അതും കൂടെ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ 12th ഡീറ്റെയിൽസ് ആണ്, പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷമാണ് 12th നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പിയറിങ് കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവില്ല,
നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരില്ല, ഡീറ്റെയിൽസ് കാര്യങ്ങൾ. പിന്നെ ക്ലാസ് 12th ഓർ എക്വിവാലൻ്റ് കൊടുക്കുക, ക്വാളിഫയിങ് എക്സാം. ഓക്കെ, ദെൻ ഇവിടെ പ്ലേസ് ഓഫ് സ്കൂൾ ചോദിച്ചിട്ടുണ്ട്, ഏത് സ്ഥലത്താണ്, റൂറലാണോ അർബനിലാണോ, റൂറൽ കൊടുക്കുന്നു. ദെൻ ടൈപ്പ് ഓഫ് സ്കൂൾ ഓർ കോളേജ് ചോദിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ, ഞാൻ ഗവൺമെൻറ് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, ഏത് സംസ്ഥാനത്തു നിന്നാണ് നിങ്ങൾ +2 എഴുതുന്നത് എക്സാം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല, ഇത്രയും ഡീറ്റെയിൽസ് വേണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ബോർഡും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾ കൊടുക്കാനുള്ളത്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ അല്ല, കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്. ദെൻ റിസൾട്ട് മോഡ് ഇവിടെ നിങ്ങൾ അപ്പിയറിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ റിസൾട്ട് അവൈറ്റ് ചെയ്യാണ്. അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല, നിങ്ങൾ സ്കൂളിൻ്റെ കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. ഇനി പാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് മോഡ് പാസ്ഡ് എന്നുള്ള സാധനങ്ങൾ കൊടുക്കുക, എൻറോൾമെൻറ്റ് നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ബാക്കി സ്കൂൾ കോളേജിൻ്റെയും, അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ പേരും കൂടെ കൊടുക്കുന്നു. ദെൻ ഇവിടെ സ്കൂളിൻ്റെ പിൻകോഡും കൂടെ ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ കൊടുക്കുക. ശേഷം ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക, റിസൾട്ട് മോഡ് നിങ്ങൾ +2 പാസ്സായി 1 വർഷം ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെയാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്പിയറിങ് മാറ്റിയിട്ട് ഇവിടെ ഫസ്റ്റ് അപ്പിയറിങ് മാറ്റിയിട്ട് നിങ്ങൾ പാസ്ഡ് എന്ന് കൊടുക്കണം. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇതേപോലെ തന്നെ പെർസെൻറ്റേജ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ മാക്സിമം +2 1200 മാർക്കായിരിക്കും, അതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അവർക്കും കൂടെ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, യെസ് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്, എക്സാമിൻ്റെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു നമ്പർ, ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ട്വിൻ ആണെന്നുണ്ടെങ്കിൽ, ഇരട്ടകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിനാണ്. നിങ്ങൾ ട്വിൻ ആണോ അല്ലേ എന്നുള്ളത് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ നോ കൊടുക്കുകയാണ്. ശേഷം വീണ്ടും ക്യാപ്ച എൻ്റർ ചെയ്യുന്നു, 034 എന്നുള്ളതാണ്. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു, യെസ്. നമ്മൾ അടുത്ത വിൻഡോയിലോട്ട് പോയി. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അതായത് എന്തെങ്കിലും അവസരങ്ങളിൽ എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു നമ്പറാണ്. അപ്പോൾ അതും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പാരൻസ് ഓർ ഗാർഡിയൻസ്, പാരൻസിൻ്റെയോ രക്ഷകർത്താക്കളുടെയോ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അതും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇമെയിൽ അഡ്രസ്സും കൂടെ ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ അവിടെ കൊടുക്കുക. നിങ്ങൾ പാരൻസിൻ്റെ ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇമെയിൽ ഐ ഡിയും കൂടെ എൻ്റർ ചെയ്തു. ദെൻ ക്യാപ്ച വീണ്ടും എൻ്റർ ചെയ്യുക, 55X819. ക്യാപ്ച കൊടുക്കുന്ന സമയത്ത് അത് ക്യാപിറ്റലിലാണോ സ്മോൾ ലെറ്ററിലാണോ വൃത്തിയായിട്ട് നോക്കുക. എന്നിട്ട് അതിലോട്ടും കൂടെ എന്ത് ചെയ്യും, ക്യാപ്ച മാച്ച് ആയില്ല, അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വരും, വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. 36497E എന്നുള്ളതാണ്. എൻ്റർ ചെയ്ത് കൊടുത്തു, ഗെറ്റ് OTP, അതിലോട്ടും കൂടെ OTP വരും. സോ ആ ഒരു മൊബൈൽ നമ്പറിലോട്ടും ഇമെയിൽ ഐ ഡിയിലോട്ടും കൂടെ നിങ്ങളുടെ പാരൻസിൻ്റെ അതിലോട്ടും കൂടെ എന്ത് വന്നിട്ടുണ്ടാവും, OTP കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ OTP ഞാൻ എന്ത് ചെയ്യാണ്, അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന OTP 721 SMS ആയിട്ടും വന്നിട്ടുണ്ടാവും, മെയിലിലോട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫോണിലോട്ട് വന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ മെയിലിലോട്ട് വന്നതും എൻ്റർ ചെയ്യാണ്. നോക്കടാ, മെയിലിലോട്ട് വന്നതും എൻ്റർ ചെയ്യാണ്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 2 മെയിൽ ഐ ഡീസും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക.
ഓക്കെ, വെരിഫൈ ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോവാം. ഇനി നമുക്ക് ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നുള്ളതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അതിലോട്ട് പോകും. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് എന്നുള്ള ഒരു ഓപ്ഷൻ ഫോണിൽ തെളിഞ്ഞു വരും. അപ്പം അത് ക്ലിക്ക് ചെയ്തിട്ട് അലോ ദിസ് ടൈം കൊടുക്കുക. ശേഷം ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ എടുക്കുന്ന ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കുക. സോ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ഓപ്ഷൻ ഉണ്ടാവും ഫോണിൽ, അത് കൊടുക്കുന്നു. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്താണ് എടുത്തിട്ടുള്ള ഫോട്ടോ ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അവസാനമായിട്ട് ഫൈനൽ സബ്മിഷന് മുമ്പായിട്ട് ഇവിടെ എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അത് 80% മുഖം വിസിബിൾ ആയിരിക്കണം, ഇയറും വിസിബിൾ, ചെവിയും വിസിബിൾ ആയിരിക്കണം, JPG ഫോർമാറ്റിലായിരിക്കണം. 10 KB മുതൽ 200 KB വരെ ആയിരിക്കണം അതിൻ്റെ മാക്സിമം സൈസ്. അതുപോലെ തന്നെ സിഗ്നേച്ചറും നിങ്ങളുടെ ഒപ്പും ആ ഒരു രീതിയിലുള്ളതായിരിക്കും. JPG അതുപോലെ തന്നെ 10 KB മുതൽ 50 KB വരെ ഉള്ളതായിരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഫയൽ ചൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്. JPG ഫോർമാറ്റിലുള്ള 10 KB മുതൽ 200 KB വരെയുള്ള സൈസിലുള്ള ഫോട്ടോ ഞാൻ ക്രോപ്പ് ചെയ്തതിന് ശേഷം ഞാനത് എന്ത് ചെയ്യുന്നു, ഞാനത് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ഒറിജിനൽ കൊടുക്കുന്നു. ഡൺ കൊടുക്കുക. ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. ശേഷം ആക്ഷൻ എന്നുള്ള അവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അപ്പുറം തെളിഞ്ഞു വരുന്നുള്ളതാണ് വ്യൂ എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ. ഓക്കെ, ഇമേജ് ഫയൽ സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വ്യൂ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിഗ്നേച്ചറും കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഞാൻ ആ സിഗ്നേച്ചറും കൂടെ എന്ത് ചെയ്യാണ്, ഞാൻ അപ്ലൈ ചെയ്യാണ്, ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ JPG ഫോർമാറ്റിലുള്ള ഇമേജസ് മാത്രമായിരിക്കും എന്തുണ്ടാവുക നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ഒറിജിനൽ കൊടുക്കുന്നു, ക്രോപ്പ് ഒന്നും ചെയ്യാതെ. ശേഷം ആക്ഷൻ എന്നുള്ള അവിടെ നോക്കിയിട്ട് ഞാൻ അപ്ലോഡ് കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുക. അപ്പോൾ അതും അവിടെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഫൈനലായിട്ട് ഫോം പ്രിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ക്യാപ്ചർ കൂടെ എൻ്റർ ചെയ്യുന്നു, 8KQ383. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. ശേഷം നമ്മൾ ഡയറക്റ്റ്ലി ഫൈനൽ സ്റ്റെപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. സോ വി ആർ ഹിയർ. അതായത് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് പ്രിവ്യൂ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഏതൊക്കെ ടെസ്റ്റ് പേപ്പറാണ്, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്താണ്, നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് എന്താണ്, ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഒക്കെ നിങ്ങൾ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കൺഫേം ചെയ്യണം. പേര്, അതുപോലെ തന്നെ ഗാർഡിയൻസ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഒക്കെ ടിക്ക് കൊടുക്കുക. ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ എല്ലാത്തിനും ടിക്ക് കൊടുക്കുകയാണ്. ശേഷം ഈ ഡിക്ലറേഷനും കൂടെ വായിച്ചതിന് ശേഷം I hereby declare that I have filled up this online application form after carefully reading the information. അതായത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കില്ല, NT ഒക്കെ ആയിരിക്കില്ല. അപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം I agree എന്നുള്ള ഡിക്ലറേഷൻ അവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, I agree. Kindly check all the check boxes of the parameters. എന്തോ ഒരു ചെക്ക് ബോക്സ് ഇവിടെ ഒഴിഞ്ഞിട്ടുണ്ട്, അതും കൂടെ കൊടുത്തതിന് ശേഷം എഗ്രി നിൽക്കുമ്പോൾ ഫൈനൽ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ആണ്. ഫൈനൽ സബ്മിഷൻ എന്താക്കുക, ഫൈനൽ സബ്മിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ അപ്ലിക്കേഷൻ, നമ്മൾ ആദ്യം ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു, അപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫോം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പ്രിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ PDF ആയിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി ഫീ പേയ്മെൻറ്റ് ഓപ്ഷനാണ് നമുക്കുള്ളത്. എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോമിൽ എഡിറ്റ് വരുത്താനുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് എഡിറ്റ് വരുത്താനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ 5 പേപ്പേഴ്സാണ് ചൂസ് ചെയ്തത് OBC NCL കാറ്റഗറി ആയിട്ട്. അപ്പോൾ 1650 രൂപയാണ് എനിക്ക് പേ ചെയ്യാനുള്ളത്. അപ്പോൾ ആ പേയ്മെൻറ്റ് വിൻഡോയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പേ എക്സാമിനേഷൻ ഫീ റുപ്പീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഏതാണോ മോഡ് എന്നുള്ളത് ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യുകയാണ്.
പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്, ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ശേഷം ഇങ്ങനെ ഒരു വിൻഡോയിലോട്ട് നമ്മൾ പോവും. ഏത് മാർഗം വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? UPI വഴിയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, കാനറ ബാങ്കിൻ്റെയും SBIൻ്റെയും HDFCൻ്റെയും. ഞാൻ എന്തായാലും SBIൻ്റെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ്, പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ UPI ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ശേഷം ഇവിടെ QR കോഡ് എന്നുള്ള, ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ QR കോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കോഡ് തെളിഞ്ഞു വരും. ഇവിടെ ഒരു ടൈമും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ ഇപ്പോൾ 2 മിനിറ്റ് 52 സെക്കൻഡാണ്. ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ എന്താവും? കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആവുന്നുള്ളതാണ്. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ സബ്മിഷൻ ഉള്ള ഒരു ഫോം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പ് ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എക്സാമിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ ഫ്രീ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഹെൽപ്പ് ഡെസ്കിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഡെഫിനറ്റ്ലി നമ്മൾ ആൻസർ ചെയ്യും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വൺസ് അഗൈൻ താങ്ക് യു.